സംസ്ഥാനത്ത് കാലവർഷമെത്തി. തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. തിങ്കളാഴ്ച റെഡ് അലർട്ട്. ശക്തമായ മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വ്യാപക നാശം. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ ശങ്കരയ്യർ ജംഗ്ഷനിൽ ശക്തമായ കാറ്റിലും മഴയിലും ഷീറ്റ് മേഞ്ഞ വലിയ മേൽക്കൂര വീട്ടുവളപ്പിലേക്ക് നിലംപതിച്ചു. ആളപായമില്ല. ഒഴിവായത് വൻ അപകടം. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ UDF കൌൺസിലർമാർ ഉപരോധിച്ചു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സെക്രട്ടറി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. പടരുന്നത് കൊറോണ വൈറസിന്റെ ജനിതക മാറ്റം വന്ന വകഭേദം. മറ്റത്തൂരിൽ കാട്ടാനശല്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിൽ ABC വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. ദേശീയപാത കൊരട്ടിയിൽ വൻ ഗതാഗതക്കുരുക്ക്. 10 കിലോമീറ്റർ ദൂരം താണ്ടാനെടുക്കുന്നത് 1 മണിക്കൂറിലധികം സമയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ്. 2009 മെയ് 23 ശേഷം ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് ആദ്യമായാണ്. തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച റെഡ് അലർട്ടുമാണ്. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ യെല്ലോ അലർട്ടാണ്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മലയോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മേത്തല പടന്ന പാലക്കപ്പറമ്പിൽ 38 വയസ്സുള്ള സന്തോഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ കാണാതായ ഓട്ടറാട്ട് ദിലീപിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റ് 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. തീരദേശ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തിവരികയാണ്. പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്ത് വീട് തകർന്നു. ആലത്തൂർ മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. വീടിനുള്ളിൽ 70 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയും ഭാര്യ രത്നവും മകൻ മനോജും ഉണ്ടായിരുന്നു. നാട്ടുകാരെത്തിയാണ് നിസാര പരിക്കേറ്റ ഇവരെ തകർന്ന വീടിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ചത്. ഞങ്ങൾ ഉറങ്ങിക്കിടക്കായിരുന്നു. അങ്ങനെ പിടിപിടുന്ന ശബ്ദം കേട്ടു. അപ്പോൾ നോക്കുമ്പോൾ നിലവിളി കേട്ടു. ചെക്കൻ കട്ടിലുണ്ടായിരുന്നു. കട്ടിലൊക്കെ മറിഞ്ഞ് അതിൻ്റെ അടിയിലായിരുന്നു. എൻ്റെ ഭാര്യയ്ക്കും പരിക്ക് പറ്റി, എനിക്ക് പരിക്ക് പറ്റി. കയ്യും കാലൊക്കെ കടയുണ്ട്. അപ്പോൾ ഇറങ്ങി വീണിട്ടേ. ശക്തമായ കാറ്റിൽ കുന്നംകുളം അരി മാർക്കറ്റിലെ ഷീറ്റുകൾ മേഞ്ഞ മേൽക്കൂര തകർന്നു വീണു. പുലർച്ചെ 2 മണിക്കാണ് സംഭവം. രാത്രിയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ആർത്താറ്റ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം താറുമാറായി. റോഡരികിൽ നിന്നിരുന്ന വലിയ വാഗമരമാണ് 11 kV വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണത്. ഇതേ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തു. KCB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. ശക്തമായ കാറ്റിൽ മാളയിൽ മരങ്ങൾ കടപുഴകി വീണു. പുത്തൻചിറ ജോയുടെ വീട്ടുപറമ്പിലെ ജാതിമരവും വലിയ കുടംപുളി മരവും കടപുഴകി വീണു. വാഴപ്പള്ളി രാജേഷിന്റെ വീട്ടിലെ 2 തേക്ക് മരം കടപുഴകി വീണു. തിരുവില്ലാമലയിൽ ശക്തമായ കാറ്റിൽ റോഡിലേക്ക് വൈദ്യുതി പോസ്റ്റുകൾ വീണു. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുറകുഭാഗത്തുള്ള റോഡിലാണ് വൈദ്യുതി പോസ്റ്റുകൾ വീണത്. KCB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. എടവിലങ്ങ് കാര ശ്രീകൃഷ്ണ മാരുതി ക്ഷേത്രത്തിന് സമീപം മരം വീണ് കാർ തകർന്നു. വാലത്തറ വിനയന്റെ കാറാണ് തകർന്നത്. ശക്തമായ മഴയിൽ ഇലഞ്ഞി മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു.
പുത്തൂർ കൊളാങ്കുണ്ട് ശക്തമായ മഴയിലും കാറ്റിലും റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണു. 4 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KCB പട്ടിക്കാട് സെക്ഷൻ ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി തൂണുകൾ മാറ്റി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. കുന്നംകുളം വലിയങ്ങാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെന്റ് ലാസറസ് പഴയ പള്ളിയുടെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു വീണു. സംഭവ സമയത്ത് പള്ളിക്കുള്ളിൽ മറ്റാരും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. പള്ളി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മേൽക്കൂരയിലെ ഓടുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മരം മറിഞ്ഞു വീണു. വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്താണ് കൂറ്റൻ പൊങ്ങുമരം മറിഞ്ഞു വീണത്. ഇരുചക്ര വാഹനയാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം തട്ടി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ അവിട്ടത്തൂരിൽ വീട് തകർന്നു. അവിട്ടത്തൂർ സ്വദേശി നട്ടേക്കാടൻ തോമസിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. കനത്ത മഴയെ തുടർന്ന് കുന്നംകുളം അടുപ്പൂട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 15ഓളം വീടുകൾ അപകടഭീതിയിൽ. ഉയർന്നു നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് താഴെയാണ് 15ഓളം വീടുകൾ ഉള്ളത്. മണ്ണെടുത്തു മാറ്റാൻ സ്വകാര്യ വ്യക്തി തയ്യാറാണെങ്കിലും ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിച്ചില്ല. മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ്. എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. വിവരമറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും അധികൃതരെത്തി സംഭവസ്ഥലം പരിശോധിച്ചു. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും കൗൺസിലർ ബിനു പ്രസാദും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ ശങ്കരയ്യർ ജംഗ്ഷനിൽ ഷീറ്റ് മേഞ്ഞ വലിയ മേൽക്കൂര വീട്ടുവളപ്പിലേക്ക് നിലം പതിച്ചു. ആളപായമില്ല. ഒഴിവായത് വൻ അപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് തൃശൂർ ശങ്കരയ്യർ ജംഗ്ഷനിലെ റിലയൻസ് സ്മാർട്ട് ബസാറിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഇരുമ്പ് മേൽക്കൂര നിലം പതിച്ചത്. ദേവകി ഏജൻസി ഉടമ ശങ്കരയ്യർ ജംഗ്ഷൻ ഇടക്കുളത്തൂർ മോഹൻദാസിന്റെ വീടിന് മുകളിലേക്കാണ് ശക്തമായ കാറ്റിലും മഴയിലും ഷീറ്റുമേഞ്ഞ മേൽക്കൂര വീണത്. ഈ സമയം ഒരു ജീവനക്കാരൻ തെങ്ങിന് തടമെടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഒരു 3:30 മണിക്ക് കാറ്റും മഴയൊക്കെ ഉണ്ടായി. ആ സമയത്ത് അത് പറന്നു വന്ന് ഇവിടെ വീണു. ഒരു പണിക്കാരുണ്ടായിരുന്നു. ആ പണിക്കാരൻ കുറച്ച് അകലെയായിരുന്നു. അയാളത് കണ്ടിട്ട് പിന്നെ മാറിപ്പോയി. അല്ല, അവരോട് പറഞ്ഞു. അപ്പോൾ അവരത് അതിൻ്റെ ഇതെന്താണെങ്കിൽ ചെയ്തു തരാൻ, നഷ്ടം എന്താണെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള. ഇരുമ്പ് മേൽക്കൂര വീണ് തെങ്ങ്, വാഴ, ലൂബിക്ക എന്നിവയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഷീറ്റ് വീഴുന്ന സമയത്ത് ഒരു ജീവനക്കാരൻ ഇവിടെ തെങ്ങിന് തടമെടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ടാണ് അയാളുടെ ജീവൻ രക്ഷപ്പെട്ടത്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വളാനിക്കര, TCV ന്യൂസ്. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ കൗൺസിലർമാർ ഉപരോധിച്ചു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. സമരത്തിന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ നേതൃത്വം നൽകി. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ ഇരുമ്പു മേൽക്കൂര റോഡിലേക്ക് പതിച്ചത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി മേയർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി രാജൻ പല്ലൻ പറഞ്ഞു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് അപകടത്തിന് കാരണമെന്ന് രാജൻ പല്ലൻ പറഞ്ഞു. മേൽക്കൂര തകർന്ന സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സെക്രട്ടറി കൗൺസിലർമാർക്ക് ഉറപ്പു നൽകി. സംഭവത്തിൽ റിപ്പോർട്ട് തേടാൻ സെക്രട്ടറി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. മേയർ യോഗത്തിൽ പങ്കെടുത്തില്ല. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. പടരുന്നത് കൊറോണ വൈറസിന്റെ ജനിതക മാറ്റം വന്ന വകഭേദം. കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്ന പ്രതിരോധശേഷിയെ മറികടക്കുന്നതാണ് പുതിയ വകഭേദമെന്ന് വിദഗ്ധർ പറയുന്നു. മെയ് മാസത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ 95 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചുമ, തൊണ്ടവേദന, തലവേദന, ശരീരവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വയറിളക്കം, ഓക്കാനം പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ലക്ഷണങ്ങളാണ്. പുതിയ വകഭേദം തുടരുന്ന സാഹചര്യത്തിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കോവിഡ് സ്ഥിരീകരിക്കുന്ന മുഴുവൻ സാമ്പിളുകളും
ജനിതക ഘടന ശ്രേണീകരണം നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആരോഗ്യ ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് സർക്കുലർ അയച്ചു. TCV ന്യൂസ്, തൃശൂർ. മറ്റത്തൂർ പഞ്ചായത്തിലെ കാട്ടാന ശല്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിൽ ABC വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മറ്റത്തൂർ പഞ്ചായത്തിലെ വനാതിർത്തി ഗ്രാമങ്ങളായ ചൊക്കന, നായാട്ടുകുണ്ട്, ആദിവാസി ഉന്നതികളായ ശാസ്താംബുവം, കാരിക്കടവ് എന്നിവിടങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന 11 kV HT ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വെള്ളിക്കുളങ്ങര സബ്സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററിലധികം വനത്തിലൂടെ വലിച്ചിട്ടുള്ള 11 kV ലൈൻ വഴിയാണ് ഇവിടങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞ് ലൈനിലേക്ക് വീഴുന്നതുമൂലം പലപ്പോഴും ഇരുട്ടിൽ കഴിയേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഈ കമ്പി തന്നെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് വരാം. കാരണം ആനയുടെ ഭയങ്കര ശല്യമാണ് ഈ കോളനിയിൽ. ഞങ്ങൾ ഇതിക്ക് മുമ്പ് ഒരു പരാതിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കേബിൾ ലൈനായിട്ട് വരാനുള്ളത്. ഇത് നാളെ ഇതുവരെയായാലും അതിന് തീരുമാനമൊന്നുമില്ല. ആന വന്ന് ഈ മരങ്ങളൊക്കെ തട്ടിയിടാമെങ്കിൽ തന്നെ വൈദ്യുതി ഇതിലിപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും KCBക്കാർക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കോളനിക്ക് വേണ്ടി കേബിൾ ലൈനാക്കി തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാട്ടാന ശല്യം രൂക്ഷമായ കാരിക്കടവ് ഭാഗത്തേക്ക് വന്യമൃഗങ്ങളെ ഭയന്ന് രാത്രിയായാൽ ആരും യാത്ര ചെയ്യാറില്ല. ചൊക്കന കാരിക്കടവ് ലൈനിൽ തകരാറുണ്ടായാൽ 2 ആദിവാസി ഉന്നതികളും ചൊക്കനയിലെ തോട്ടം തൊഴിലാളികളുടെ പാടികളും നായാട്ടുകുണ്ടിലെ 100ഓളം കുടുംബങ്ങളും ഇരുട്ടിലാകും. കാട്ടാന ശല്യമുള്ളതിനാൽ അറ്റകുറ്റപ്പണികൾക്കായി രാത്രിയിൽ ഇവിടെ എത്താൻ വൈദ്യുതി വകുപ്പ് ജീവനക്കാരും ഭയപ്പെടുകയാണ്. ചെറിയ കാറ്റോ മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോവുകയും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് KCBയുടെ ഭാഗത്തുനിന്ന് വരാൻ വളരെ താമസം ഉണ്ടാവുന്നുണ്ട്. വന്യമൃഗങ്ങളെ പേടിച്ച് ഈ പ്രദേശത്തെ ആൾക്കാരും വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാൻ പോലില്ലാത്ത സ്ഥലമാണ്. അതുപോലെ KCBയുടെ ആളുകൾ പേടിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വരാത്തത്. നമ്മുടെ ഈ ലൈൻ കമ്പി മാറ്റി കേബിളാക്കി കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കറണ്ടിന് ശാശ്വത പരിഹാരമാവുമെന്നാണ് ഈ പ്രദേശം ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായ ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിനും കഴിയാതെ വരും. വൈദ്യുതി ലൈനിൽ മരങ്ങൾ വീണ് രാത്രിയിൽ കറണ്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നു. കറണ്ട് പോണ കാരണം ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ കമ്പി മാറ്റിയിട്ട് ഞങ്ങൾക്ക് കേബിളാക്കി തരണം. ഈ മേഖലയിലെ HT ലൈൻ കേബിൾ ലൈൻ ആക്കിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. മരം വീണ് കമ്പികൾ പൊട്ടുന്നത് പോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല. ഇതിനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് വനാതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. ദേശീയപാത കൊരട്ടിയിൽ വൻ ഗതാഗതക്കുരുക്ക്. 10 കിലോമീറ്റർ ദൂരം താണ്ടാൻ എടുക്കുന്നത് 1 മണിക്കൂറിലധികം സമയം. കൊരട്ടിയിലെ ഗതാഗതക്കുരുക്കിൽ വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീളുകയാണ്. ഗതാഗതക്കുരുക്കഴിക്കാൻ ബദൽ പാതകളിലൂടെ ചെറുവാഹനങ്ങൾ തിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും ഇത് ഫലം കണ്ടില്ല. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സാധാരണഗതിയിൽ 2 മണിക്കൂർ സമയമാണ് എടുക്കാറുള്ളത്. എന്നാൽ നിലവിൽ ഇത് 3.5 മണിക്കൂറിലധികം നീളുകയാണ്. കൊരട്ടി ചിറങ്ങര മേഖലയിൽ 10 കിലോമീറ്റർ ദൂരം കടക്കാൻ 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ട്. ടോൾ നൽകിയിട്ടും ദുരിതയാത്ര ചെയ്യേണ്ടി വരുന്നതിൽ യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റിക്ക് കത്തെഴുതിയിരുന്നു. എന്നാൽ കുരുക്ക് ഒഴിവാക്കാനായില്ല. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ, 6 സംസ്ഥാനതല യോഗങ്ങൾ, വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ, കലാപരിപാടികൾ, പൊതുജനങ്ങൾക്കായി മിഴിവ്, ഷോർട്ട് വീഡിയോ മത്സരം. ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത്
ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. പണ്ഡിറ്റ് കറുപ്പനോട് സാഹിത്യ അക്കാദമിക്ക് അവഗണനയെന്ന് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ ജന്മവാർഷിക ദിനാചരണം റോഡരികിൽ നടത്തി. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഭാരവാഹികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പണ്ഡിറ്റ് കറുപ്പന്റെ ഫോട്ടോ അക്കാദമിയിൽ അനാച്ഛാദനം ചെയ്യണമെന്ന ആവശ്യം കാലങ്ങളായി അവഗണിക്കുകയാണ്. ചെലവ് വരുന്ന തുക വായനശാല ഭാരവാഹികൾ വഹിക്കാമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ സാഹിത്യ അക്കാദമി ചെവിക്കൊണ്ടില്ല. ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ല. വായനശാലയിൽ നിന്നും പണ്ഡിറ്റ് കറുപ്പിന്റെ ഫോട്ടോ എത്തിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തുകയാണ് പതിവ്. പരിപാടിക്ക് ശേഷം ഫോട്ടോ തിരികെ കൊണ്ടുപോകും. ഇതിനൊരു മാറ്റം വേണമെന്നാണ് സാംസ്കാരിക പ്രവർത്തകരുടെ ആവശ്യം. പ്രതിഷേധ സൂചകമായി സാഹിത്യ അക്കാദമി കവാടത്തിന് പുറത്തു നടത്തിയ അനുസ്മരണത്തിൽ മുൻ MP TN പ്രതാപൻ അടക്കമുള്ളവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത ചാവക്കാട് തിരുവത്ര സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴ കനത്താൽ ഇവിടെ വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ കടന്നു പോകുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും കരാർ കമ്പനി അധികൃതർ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. നിലവിൽ വലിയ ഗർത്തമുണ്ടായതോടെ ദുരിതം ഇരട്ടിയായി. പല വാഹനങ്ങൾ കുഴിയിൽ വീണു അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണ്. ഇതേ തുടർന്ന് പുതിയറയിലെ നാട്ടുകാരായ 3 പേർ ചേർന്ന് കുഴിയിൽ കല്ലിട്ട് വാഹനങ്ങൾ കടന്നു പോകുവാനുള്ള സൗകര്യം ഒരുക്കി നൽകി. വെള്ളക്കെട്ടിനെ തുടർന്ന് പുലർച്ചെ മുതൽ യാത്രക്കാർക്ക് സഹായമായി ഇവരുണ്ടായിരുന്നു. സർവീസ് റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. 2 വലിയ കുഴിയാണുള്ളത്. വണ്ടികൾ ബ്ലോക്കായിട്ട് ഞങ്ങൾ ഒരുപാട് കല്ലുകൾ പുലർച്ചെ 4 മണിക്ക് ഇടുന്നു തുടങ്ങിയത്. ഇതൊരുക്കും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ, ഹൈവേയുടെ അധികാരികൾ ഇതിന് എന്തെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ വളരെ അപകടകരം. 2 വട്ടം ചെയ്തതാണ്. എന്നിട്ടും ഇപ്പോൾ മഴക്കാലം വന്നപ്പോൾ റോഡാകെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ പേര് ഹൈവേയുടെ അധികാരികൾ ഇതിന് അടിയന്തരമായി എന്തെങ്കിലും സംവിധാനം ചെയ്തേ പറ്റൂ. എങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് പോകും. തകർന്ന റോഡിൽ മേയർക്ക് പുഷ്പഹാരം ചലഞ്ചുമായി കൗൺസിലർ. കിഴക്കമ്പാട്ടുകര ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിൽ യാത്ര ചെയ്യാൻ മേയറെ വെല്ലുവിളിക്കുകയാണ് കൗൺസിലർ ജോൺ ഡാനിയൽ. റോഡിൽ കൂടി യാത്ര ചെയ്താൽ മേയറെ പുഷ്പഹാരം അണിയിച്ച് സ്വീകരിക്കുമെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. 1.5 വർഷം മുൻപ് കുടിവെള്ള പൈപ്പ് ലൈനിന് വേണ്ടി കുഴിച്ച റോഡിനാണ് ദുർഗതി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഞായറാഴ്ച പ്രദേശവാസികൾക്കൊപ്പം പ്രതിഷേധിക്കുമെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം 19-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC+2 വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MK രഘു അധ്യക്ഷത വഹിച്ചു. KPCC അംഗം നിഖിൽ ദാമോദരൻ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ബ്ലോക്ക് ഭാരവാഹികളായ NK കബീർ, PS സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറെ ബഹുമാന വടക്കാഞ്ചേരി തെക്കുംകര കല്ലമ്പാറ കനാൽ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനി ഡാമിലെ സംഗീത ജലധാരയുടെ നിർമ്മാണ പുരോഗതി MLA സേവ്യർ ചിറ്റിലപ്പള്ളി വിലയിരുത്തി. പൂളിന്റെ നിർമ്മാണം 85% പൂർത്തിയായി. കൺട്രോൾ റൂമിന്റെ ഡിസൈനും അന്തിമഘട്ടത്തിലാണ്. അതിവേഗത്തിലാണ് നിർമ്മാണം നടക്കുന്നതെന്ന് MLA പറഞ്ഞു. വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PS സാൽവി, തെക്കുംകര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ ബിജു കൃഷ്ണൻ, വാർഡ് മെമ്പർ ഷൈനി ജേക്കബ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. +2 പരീക്ഷയിൽ 100% വിജയം നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിനെ അഭിനന്ദിക്കാൻ ET ടൈസൺ MLA എത്തി. MLAയും എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവും മധുരം നൽകിയാണ് അധ്യാപകരെയും അനധ്യാപകരെയും അഭിനന്ദിച്ചത്. 196 പേരാണ് ഇവിടെ പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയത്.
ചിട്ടയായ പഠന രീതികളാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത് പറഞ്ഞു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം തുടരുന്നു. കുറുവല്ലൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഇതോടനുബന്ധിച്ച് സമൂഹ പ്രാർത്ഥന നടന്നു. ഞായറാഴ്ച രുക്മിണി സ്വയംവരം നടക്കും. ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ബാബുരാജ്, പ്രസിഡന്റ് മുരളി, സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി. അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ എരുമപ്പെട്ടി ആറ്റത്ര ചിറമൽ ജോൺസന്റെ വീട്ടുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന പീനട്ട് ബട്ടർ ഫ്രൂട്ട് കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുന്നു. രുചിയിലും രൂപവർണ്ണഭംഗിയിലും ഏറെ കേമനാണ് ഈ കുഞ്ഞൻ പഴം. വിദേശിയായ പീനട്ട് ബട്ടർ ഫ്രൂട്ട് അമേരിക്കൻ ഫ്രൂട്ട് എന്നും അറിയപ്പെടും. നിലക്കടലയുടെയും വെണ്ണയുടെയും രുചി ഒത്തുചേർന്ന പീനട്ട് ബട്ടറിന്റെ മാംസളമായ പുറംതോടും കുരുവിനുള്ളിലെ പരിപ്പും ഭക്ഷ്യയോഗ്യവും രുചികരവുമാണ്. കായ്ക്കുമ്പോൾ പച്ചനിറവും മൂക്കുമ്പോൾ മഞ്ഞയും പഴുക്കുമ്പോൾ കടും ചുവപ്പ് നിറവുമാണ് ഈ ഫ്രൂട്ടിനുള്ളത്. ഏത് കാലാവസ്ഥയിലും ചെടി വളരുകയും കായ്ക്കുകയും ചെയ്യും. ഇത് 6 കൊല്ലം മുമ്പ് ഞാൻ കുറാഞ്ചേരി പോയപ്പോ അവിടുന്ന് കിട്ടിയതാണ്. ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. കപ്പലണ്ടിയുടെ ടേസ്റ്റാണ്. അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങി. ഏറെ പോഷകങ്ങളാൽ സമ്പന്നമാണ് പീനട്ട് ബട്ടർ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പീനട്ട് ബട്ടർ ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ്. TCV എരുമപ്പെട്ടി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന വാര്യർ സമാജം കേന്ദ്ര വാർഷിക സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. സമാജം കേന്ദ്ര പ്രസിഡന്റ് PK മോഹൻദാസ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. സമാജം കേന്ദ്ര പ്രസിഡന്റ് PK മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. VV മുരളീധര വാര്യർ, KV ഗിരീശൻ, K സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫുട്ബോൾ ക്ലബ്ബ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ജൂൺ 1 വരെ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ. നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സംരക്ഷണ ജാഥയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. തിരുവില്ലാമലയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ തൃശൂരിൽ സമാപിക്കും. ഷബീൽ ഐദ്രൂസി തങ്ങൾ, ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം പ്രശസ്ത സാഹിത്യ നിരൂപകൻ ആശാ മേനോന് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂൺ 6 സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ SK വസന്തൻ പുരസ്കാരം സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, സെക്രട്ടറി TS നീലാംബരൻ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ TP സുധാകരൻ എന്നിവർ പങ്കെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു. ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി കോട്ടപ്പുറം നവമി കലാകായികവേദി ആക്രി ചലഞ്ച് നടത്തി. കോട്ടപ്പുറം ചീരോത്ത് വീട്ടിൽ ഉദയന്റെ മകളായ കീർത്തന മെയ് 17 പുലർച്ചെ വിയൂർ പാലത്തിന് സമീപം വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. മേക്കപ്പ് ആർട്ടിസ്റ്റായ കീർത്തന ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴിക്ക് എതിരെ വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഭീമമായ ചികിത്സാ ചിലവാണ് കീർത്തനയ്ക്ക് ആവശ്യമായി വരുന്നത്. നവമി ക്ലബ്ബ് പ്രസിഡന്റ് PK അഭിജിത്ത്, സെക്രട്ടറി CB ആദിത്യൻ എന്നിവർ ധനസഹായത്തിനുള്ള ആക്രി ചലഞ്ചിന് നേതൃത്വം നൽകി. കീർത്തനയെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ 9846764736 എന്ന ഗൂഗിൾ പേ നമ്പറിലോ പണം അയക്കാവുന്നതാണ്. TCV ന്യൂസ് എരുമപ്പെട്ടി. ഇടയ്ക്ക കലാകാരൻ തിരുവില്ലാമല കണ്ണന് പട്ടിപ്പറമ്പ് മാരിയമ്മൻ പൂജ ആഘോഷ കമ്മിറ്റിയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ കണ്ണനെ ആദരിച്ചു. രാജൻ തടത്തിൽ, അങ്ങാടിപ്പുറം ദേവദാസ്, രാധാകൃഷ്ണൻ പറക്കുളം തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഈ വർഷം 2025
ആധാരമെഴുത്ത് അസോസിയേഷന്റെ ജില്ലാ വനിതാ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന സമ്മേളനം സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന വനിതാ ജോയിന്റ് കൺവീനർ KR സൗമ്യ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാകാരൻ, സെക്രട്ടറി A ലക്ഷ്മി, വനിതാ കൺവീനർ P ശാരദ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാഭ്യാസ അവാർഡുകളും സാന്ത്വന സഹായ വിതരണവും നടന്നു. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിജ്ഞാന സദസ്സും സംഘടിപ്പിച്ചു. പണ്ടത്തെ ലെറ്റർ ആണെങ്കിൽ 1, 2, 3 എന്നുള്ളത് മലയാളം പോലെയൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ ഈ ആധാരം നോക്കുമ്പോൾ ഇത് ഒന്ന് കടിച്ചാൽ പൊട്ടാത്ത മരുന്ന്. തിരുവില്ലാമല കൃഷിഭവന്റെ പൂക്കൃഷി വ്യാപനം പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ MC വിവേക് അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. CRPF 57ാം ബറ്റാലിയനിൽ നിന്ന് വിരമിച്ച സേനാംഗങ്ങളുടെ കൂട്ടായ്മ തൃശൂർ പേൾ റീജൻസിയിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. CRPF റിട്ടയർഡ് IG T ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ കൺവീനർ PK ബാലഗോപാലൻ അധ്യക്ഷനായിരുന്നു. കോർഡിനേറ്റർ T ഗോപിനാഥൻ, A ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. ആയുർവേദത്തിനെതിരെ നടക്കുന്ന സംഘടിത പ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. തൃശൂരിൽ നടക്കുന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന വാർഷിക കൗൺസിലിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ആയുർവേദത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. ഇതിന് തെളിവാണ് ആയുർവേദ മേഖലയിൽ തന്നെ സർക്കാർ മികവിന്റെ കേന്ദ്രങ്ങൾ എന്ന ആശയത്തിന് തുടക്കം കുറിച്ചതെന്നും മന്ത്രി പറഞ്ഞു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ CD ലീന അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ KM ജോസ്, ജനറൽ കൺവീനർ ഡോക്ടർ RV ആനന്ദ് എന്നിവർ പങ്കെടുത്തു. അംഗൻവാടിയിൽ പങ്കെടുത്തപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഇകഴ്ത്തി കാണിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ സംഘടിതമായി ഇവിടെ പ്രഭാഷണങ്ങളിലൂടെ അറിയിച്ചത് ഈ രീതിയിലുള്ള ഒരു സംഘടിത പരിശ്രമം ആയുർവേദത്തെ പുറകോട്ട്. കേരകൃഷി വികസനത്തിന് ലോക ബാങ്ക് അനുവദിച്ച 139 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച കൃഷിവകുപ്പ് മന്ത്രി രാജിവെക്കുക, നെൽകർഷകരുടെ ബാക്കി തുക നൽകുക, വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കടങ്ങോട് മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, നേതാക്കളായ സജീവ് ചാത്തനാത്ത്, MH നൌഷാദ്, PB പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, നേർച്ചയൂട്ട്, പൂമാല സമർപ്പണം എന്നിവ നടക്കും. ചെറുതുരുത്തിയിൽ പുതിയ ആരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് 52 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, പഞ്ചായത്ത് അംഗം താജുനീസ, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ PS സഫീർ, പഞ്ചായത്ത് സെക്രട്ടറി R ശ്രീദേവി, അസിസ്റ്റന്റ് എഞ്ചിനീയർ R പ്രിയ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷമെത്തി. തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്, തിങ്കളാഴ്ച റെഡ് അലർട്ട്. ശക്തമായ മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വ്യാപക നാശം. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ ശങ്കരയ്യർ ജംഗ്ഷനിൽ ശക്തമായ കാറ്റിലും മഴയിലും ഷീറ്റ് മേഞ്ഞ വലിയ മേൽക്കൂര വീട്ടുവളപ്പിലേക്ക് നിലം പതിച്ചു. ആളപായമില്ല. ഒഴിവായത് വൻ അപകടം. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ UDF കൌൺസിലർമാർ ഉപരോധിച്ചു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സെക്രട്ടറി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. പടരുന്നത് കൊറോണ വൈറസിന്റെ ജനിതക മാറ്റം വന്ന വകഭേദം. മറ്റത്തൂരിൽ കാട്ടാന ശല്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിൽ ABC വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. വൈദ്യുതി മന്ത്രിയടക്കമുള്ളവർക്ക് നിവേദനം നൽകി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. ദേശീയപാത കൊരട്ടിയിൽ വൻ ഗതാഗതക്കുരുക്ക്. 10 കിലോമീറ്റർ ദൂരം താണ്ടാൻ എടുക്കുന്നത് 1 മണിക്കൂറിലധികം സമയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.